യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് എന്താ എൻ്റെ ഡേയിൽ ഉണ്ടായെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഞാൻ എല്ലാത്തിനും കുറച്ച് ബിറ്റ്സ് എടുത്തിട്ടുള്ളൂ. കാരണം ഞാൻ കുക്കിങ്ങൊക്കെ ആണെങ്കിൽ ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്ത് തീർക്കാമല്ലോ എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ സ്ലോ ആവും. അതുകൊണ്ട് ഞാൻ എല്ലാം കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്താ എൻ്റെ ഇതുവരെ എൻ്റെ ബർത്ത്ഡേ ഉണ്ടായെന്നൊക്കെ പോയി കണ്ടിട്ടോ. സിമ്പിൾ ബർത്ത്ഡേ ആയിരുന്നു. എന്താ പറയുക, ഇന്നലെ ഷോപ്പിങ്ങിന് പോയി കുറച്ച് ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഡ്രസ്സ് സംഭവങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാൻ പോയിരുന്നു. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെയാണെങ്കിൽ എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി. എന്താ പറയുക, ഫുഡ് കഴിച്ചു, കുറച്ച് ഫോട്ടോസ് എടുത്തു. അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതുവരെ എന്താ ഉണ്ടായെന്ന് പോയി കണ്ടിട്ട് പോവാം. ഓക്കെ. അപ്പം ഞാൻ ബർത്ത്ഡേയുടെ തലേദിവസം ഞാൻ ഫുഡ് ഉണ്ടാക്കാനും കേക്ക് ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി. അവിടെ പോയിട്ട് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഞാൻ പ്രോൺസ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് തിരിച്ചു വരാനുള്ള പ്ലാനായിരുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ബസ്സൊക്കെ കയറി തിരിച്ച് വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് ഞാൻ പിന്നെ പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ വിൻഡോ കൂടെ നോക്കിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കാറുണ്ടോ? ഞാൻ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഞാനിവിടെ ഓസ്ട്രേലിയയിലായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് കേക്കൊക്കെ ഉണ്ടാക്കാറ്. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യാറുമുണ്ട്. കുക്ക് ചെയ്തോണ്ടിരിക്കുവാണ്. പ്രോൺസ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രോൺസിന്റെ മസാല കുക്ക് ചെയ്തോണ്ടിരിക്കുക. പ്രോൺസിന്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ദം ചെയ്യാൻ പോവാണ്. ഗാർണിഷ് ചെയ്യാനുള്ളതും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കണേ. ഞാൻ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രോൺസ് ബിരിയാണി ഇത് ആദ്യമായിട്ടാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഈ വട്ടം ബർത്ത്ഡേക്ക് പ്രോൺസ് ബിരിയാണി കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ മറ്റേ ആബിദ റഷീദ് ആൻഡ് ബൂംബാങ്ങിൻ്റെ ഒരു കൊളാബിൽ ഉണ്ടാക്കിയ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ റെസിപ്പി നോക്കിയിട്ടാണ് ഈ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ ദം ചെയ്തു. ഈവനിങ് ആയപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ച് ലേറ്റാക്കി ഈവനിങ് ആയിരുന്നു ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് വിശന്നിട്ട് വേഗം ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ദമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഫുഡൊക്കെ നന്നായി സെർവ് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. നല്ലതാണോ നോക്കാം. കുഴപ്പമൊന്നുമില്ല. ബിരിയാണി അവൾക്കും നന്നായി ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ബിരിയാണി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വീഡിയോ പിൻ ചെയ്ത് കൊടുക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്, വാനില കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പം ഞാനത് ബർത്ത്ഡേ കട്ട് ചെയ്തു. പക്ഷെ ഞാൻ ലൈക്ക് ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ചില്ല. അപ്പോൾ ഐ തോട്ട് ഇപ്പോൾ ഇരുന്ന് കഴിക്കാം. ഒരു പീസ് ഞാൻ എടുത്തു. ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ സ്ട്രോബെറി അത് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സിമ്പിൾ ബർത്ത്ഡേ വ്ളോഗ് ആയിരുന്നു ബേസിക്കലി. ആൻഡ് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായേനെ. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബർത്ത്ഡേക്ക്. എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു.
ആൻഡ് എൻ്റെ ഈ ബർത്ത്ഡേക്ക് എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു ഇയറും കൂടിയും ഓൾഡായി. ഇനി ഇതുപോലെ എനിക്ക് കുറേ നാൾ ജീവിക്കാൻ പറ്റട്ടെ. ഞാൻ അത്ര ഭയങ്കരമായിട്ട് വ്ളോഗ് ചെയ്തില്ല. എനിക്ക് ലൈക്ക് ഫുൾ വ്ളോഗ് ചെയ്യാന്നുണ്ടായിരുന്നു. ബട്ട് ആദ്യം തന്നെ ഒരു പ്ലാൻ വേണമായിരുന്നു എന്തൊക്കെ വ്ളോഗ് ചെയ്യണമെന്ന്. ഞാൻ ലൈക്ക് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ വ്ളോഗ് ചെയ്തു. എനിവേ, thank you for watching. വേഗം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. Thank you for all your wishes. Bye. And if you liked my video, please do like, share and subscribe to my channel. And thank you for this beautiful flowers. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.